ഇവിടെ കമാൻഡ് ഒന്ന് നോക്കിയാൽ സാധനം നോക്കിയേ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ എക്കോണമിയാണ് ചോദിച്ചേക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണിത്, സർക്കുലർ ഫ്ലോ. ഞാൻ ആ ഫ്ലോ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ടു സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഹൗസ് ഹോൾഡ് വരും, ഫേംസും വരും അല്ലേ. സോ ആദ്യം തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് എന്താ ഫാക്ടർ സർവീസ് ഫേംസിന് കൊടുക്കുകയാണ് അല്ലേ. ഫേംസിന് അതായത് നമ്മുടെ ഫേംസിൽ പോയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്താൽ തിരിച്ചെന്ത് കിട്ടും? ഫാക്ടർ പേയ്മെന്റ് കിട്ടും. ആര് കൊടുക്കുന്നു? ഫേംസ് നമ്മുടെ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മുടെ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫേംസ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ ഹൗസ് ഹോൾഡിന് അങ്ങനെ സെല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഹൗസ് ഹോൾഡ് ഫേംസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ വാങ്ങിച്ചു കഴിയുമ്പോൾ തിരിച്ചെന്ത് കൊടുക്കും? യെസ്, കൺസംഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള പൈസ കൊടുക്കുന്നു. അത് ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് ഫേംസിന് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ടു സെക്ടർ എക്കോണമിയിലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എല്ലാവരും പരസ്പരം എന്താ കണക്റ്റഡ് ആണ്. ഒരു കാര്യം ഓർത്ത് വെച്ചോളാം മക്കളെ, ഹൗസ് ഹോൾഡിന് കിട്ടുന്ന എല്ലാ സാലറിയും അവർ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി ഈ കളർ നോക്കിയേ, ഈ വൈറ്റ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ടല്ലോ. ഈ വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ റിയൽ ഫ്ലോയും മറ്റേത് മണി ഫ്ലോ ആണ് കേട്ടോ. അപ്പോൾ ഔട്ടറിൽ കാണിച്ചിരിക്കുന്ന റിയൽ ഫ്ലോയും ഇന്നറിൽ കാണിച്ചിരിക്കുന്നത് മണി ഫ്ലോയും ആണ്. അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.